സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കാവുന്നതാണ്. നിങ്ങളിരിക്കുന്ന സ്ഥലം, നിങ്ങളിരിക്കുന്ന റൂം എല്ലാം നന്നായി ഫീൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നട്ടെല്ലുകൾ നിവർത്തി ശരീരം മുഴുവൻ റിലാക്സ് ചെയ്ത് ഇരിക്കാം. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത ശേഷം ശ്വാസം സാവധാനത്തിൽ പുറത്തേക്ക് വിടാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായും അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ഉള്ള എല്ലാ നെഗറ്റീവ് എനർജിയും, എല്ലാ തടസ്സങ്ങളും, വേദനകളും ആ ശ്വാസത്തിലൂടെ ഒരു കറുത്ത പുകയായി പുറത്തേക്ക് വരുന്നതായും അന്തരീക്ഷത്തിൽ അത് ലയിച്ച് ഇല്ലാതാവുന്നതായും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. Then take a deep breath, hold on and breathe out slowly. Again take a deep breath, hold on and breathe out slowly. Once again take a deep breath, hold on and breathe out slowly. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ്. നിങ്ങളുടേതായ രീതിയിൽ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ റിലാക്സ് ചെയ്യുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ കാൽപാദങ്ങൾ, നിങ്ങളുടെ കാൽത്തണ്ട്, നിങ്ങളുടെ മുട്ടുകൾ, നിങ്ങളുടെ തുടഭാഗങ്ങൾ, നിങ്ങളുടെ അരക്കെട്ട്, നിങ്ങളുടെ നട്ടെല്ല്, നിങ്ങളുടെ വയറിൻ്റെ ഭാഗം, നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗം, നിങ്ങളുടെ ഷോൾഡർ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ നെക്ക്, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും, നിങ്ങളുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു തുറസായ സ്ഥലത്ത്, ഒരു ഓപ്പൺ ഏരിയയിൽ നിങ്ങൾ ഇരിക്കുന്നതായി ഫീൽ ചെയ്യാം. അത് നിങ്ങളുടെ വീടിൻ്റെ ടെറസോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റമോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾ ഇരിക്കുന്നതായും ആകാശത്ത് പൂർണ്ണചന്ദ്രനെ നോക്കി ഇരിക്കുന്നതായി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ആ പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു തണുത്ത കാറ്റ് നിങ്ങളെ തഴുകിക്കൊണ്ട് കടന്നു പോകുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ ഒരു പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വിശാലമാകുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളിപ്പോൾ വല്ലാത്ത ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റർ നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയാം. എൻ്റെ കണ്ണുകൾക്ക് ഞാൻ നന്ദി പറയുന്നു.
എൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ നല്ല കാഴ്ചകൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാതുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാതുകൾ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള എല്ലാ ശബ്ദങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മൂക്കിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മൂക്ക് ഉപയോഗിച്ച് ഞാൻ ഇതുവരെ മണത്തിട്ടുള്ള എല്ലാ സ്മെല്ലിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ നാവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ നാവ് ഉപയോഗിച്ച് ഞാൻ രുചിച്ചിട്ടുള്ള എല്ലാ രുചികൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പല്ലുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പല്ലുകൾ ഉപയോഗിച്ച് ഞാൻ കഴിച്ചിട്ടുള്ള എല്ലാ ഭക്ഷണത്തിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സംസാരശേഷിക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ നല്ല വാക്കുകൾക്കും നല്ല സംസാരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് നല്ല ശരീരം തന്ന എൻ്റെ രക്ഷിതാവിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൈകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൈകൾ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൈവിരലുകൾ ഉപയോഗിച്ച് ഞാൻ എഴുതിയിട്ടില്ല എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാലുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കാലുകൾ ഉപയോഗിച്ച് ഞാൻ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ നല്ല സ്ഥലങ്ങൾക്കും നല്ല സാഹചര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരത്തെ താങ്ങി നിർത്തിയ എൻ്റെ കാലുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള എല്ലാ ഭക്ഷണത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ശേഷി നൽകിയ, അനായാസമായി എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതിന് എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ശ്വസിക്കുന്ന വായുവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അനായാസമായി ശ്വസിക്കാൻ ഉള്ള കഴിവ് തന്ന എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതുവരെ കുടിച്ചിട്ടുള്ള വെള്ളത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അനായാസമായി വെള്ളം കുടിക്കാനുള്ള കഴിവ് തന്ന എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതുവരെ ഉപയോഗിച്ച എൻ്റെ എല്ലാ വസ്ത്രങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ആവശ്യത്തിന് എനിക്ക് വസ്ത്രങ്ങൾ നൽകിയ എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ആവശ്യത്തിന് എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് ഭക്ഷണം നൽകിയ എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കട്ടിലിന്, എൻ്റെ പുതപ്പിന്, എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വാഹനത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ നല്ല നല്ല സ്ഥലങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നല്ല നല്ല യാത്രകൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പാരൻസിന് ഞാൻ നന്ദി പറയുന്നു. അവരിലൂടെ എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയ എൻ്റെ സൃഷ്ടാവിനോട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. എനിക്കുണ്ടായിട്ടുള്ള
എല്ലാ നല്ല നല്ല എക്സ്പീരിയൻസുകൾക്കും ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ ടീച്ചേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അവരിൽ നിന്നും ഒരുപാട് അറിവുകൾ നേടാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്ന, ഏറ്റവും നല്ല, ഏറ്റവും ഭംഗിയുള്ള എൻ്റെ ശരീരം തന്ന, എൻ്റെ ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. എനിക്ക് നൽകിയ ഓർമ്മശക്തിക്ക് ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ നല്ല നല്ല ചിന്തകൾക്ക് ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എനിക്ക് നൽകിയ ഒരുപാട് കഴിവുകൾക്ക് ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ ആരോഗ്യത്തിന് ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ സമ്പത്തിന് ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ച എല്ലാ പണത്തിനും ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. ഞാനിതുവരെ ഉപയോഗിച്ച എല്ലാ സ്കില്ലുകൾക്കും ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ ചുറ്റിലും എനിക്കൊരുപാട് ഫ്രണ്ട്സിനെ തന്നതിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ ചുറ്റിലും എനിക്ക് ഒരുപാട് റിലേറ്റീവ്സിനെ തന്നതിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. നല്ലൊരു സമൂഹത്തിലേക്ക് എന്നെ എത്തിച്ചതിന് എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. നല്ല ജീവിത സാഹചര്യങ്ങൾ എനിക്ക് തന്നതിന് എൻ്റെ സൃഷ്ടാവിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കും, എല്ലാ സാഹചര്യങ്ങൾക്കും, എല്ലാ കഴിവുകൾക്കും, എല്ലാത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എനിക്ക് നല്ല മക്കളെ തന്ന എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എനിക്ക് നല്ല പാർട്ട്ണറെ തന്ന എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല കഴിവുകൾ നൽകിയതിൽ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ഒരു പാരൻ്റ് ആവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. എനിക്ക് വെളിച്ചം നൽകുന്ന സൂര്യനോട് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എനിക്ക് രാത്രി വെളിച്ചം നൽകുന്ന ചന്ദ്രനോട് ഞാൻ നന്ദി പറയുന്നു. ഈ ചന്ദ്രനെയും സൂര്യനെയും ഭൂമിയെയും പരിപാലിക്കുന്ന സർവശക്തനായ എൻ്റെ ക്രിയേറ്ററിനോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ സാവധാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാവുന്നതാണ്. Then take a deep breath, hold on and breathe out slowly. Take a deep breath, hold on and breathe out slowly. Take a deep breath, hold on and breathe out slowly. ഇനി സാവധാനത്തിൽ നിങ്ങളുടെ കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി ചൂടാക്കിയ ശേഷം നിങ്ങളുടെ കണ്ണുകളിൽ വെച്ച് സാവധാനത്തിൽ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. മെഡിറ്റേഷൻ പുറത്ത് വന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക് ഫോർ ഗീവിങ് ആണ് അല്ലെ. ഫോർ ഗീവിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വിട്ടുകൊടുക്കുക അല്ലെ. എന്താ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാല് ക്ഷമിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കാണ്. ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ള ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു പ്രാധാന്യം പറയുന്ന സമയത്ത് കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നില്ല? ഓക്കെ, ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ വിചാരിക്കും നമ്മളോട് മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾക്ക് എന്തിനാ ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നത് അല്ലെ. പക്ഷെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മക്കാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ ഡ്രസ്സിൽ അല്ലെ നമ്മളെ ചുമലില് ഒരു കാക്ക അപ്പിയിട്ട്, അപ്പൊ നമ്മള് കാക്കല്ലേ അപ്പിയിട്ടത് എന്ന് വിചാരിച്ച് നമ്മളത് വൃത്തിയാക്കാതെ വെക്കൂലാണ് അല്ലെ. അത് വൃത്തിയാക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കും. അല്ലെങ്കിൽ നമ്മളെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നു, നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, അവരെ കൂടെ മക്കളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് നമ്മളെ വീട് മുഴുവൻ വൃത്തികേടാക്കിയിട്ട് ഗസ്റ്റ് ആണല്ലോ അതൊക്കെ കഴിഞ്ഞ് അവര് പോയി. പക്ഷെ നമ്മള് അതവിടെ ഇട്ടേക്കുന്നില്ലല്ലോ അല്ലെ. അത് നമ്മള് വൃത്തിയാക്കി, നമ്മളെ വീടല്ലേ, നമ്മളത് വൃത്തിയാക്കി വെക്കുന്നുണ്ട് അല്ലെ. അത് വൃത്തിയാക്കേണ്ട ആവശ്യം നമുക്കാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ മൈൻഡും. നമ്മളെ മൈൻഡിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് അല്ലെ. അത് പല രീതിയിൽ നമ്മളെ ചെറുപ്പം മുതൽ, നമ്മളെ ഈ ഭൂമിയിലേക്ക് വന്നത് മുതൽ, ശരിക്കും പറയാൻ ഭൂമിയിലേക്ക് വൂമ്പിലായിരിക്കുന്നത് മുതൽ നമ്മളെ ഉള്ളിലേക്ക് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഇങ്ങനെ വരുന്നുണ്ട്. ചിന്തകളായിട്ടും കാഴ്ചകളായിട്ടും എക്സ്പീരിയൻസുകളായിട്ടും ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം അതവിടെ ഇങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത്. നമ്മളെ ലൈഫ് മൊത്തം ചേഞ്ച് ആവുന്നത്, നമ്മളെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അത് എല്ലാ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലെ. ആരെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങളില്ലാത്ത? ഒരു പ്രശ്നവും ഇല്ലാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തില് അത് ഒരു പക്ഷെ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് ആവാം, വെൽത്ത് ആവാം. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണ് നമ്മൾ അല്ലെ. ചിലപ്പോ നമ്മൾ ഈ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്ന സമയത്ത് നമ്മളെ പ്രശ്നങ്ങൾ എന്താ പറയാ ഇല്ലാതെ, പ്രശ്നങ്ങൾ തീരാന്നുള്ളതല്ല, അതിന് നമ്മള് എന്താ പറയാ ഏറ്റെടുക്കുന്ന ഒരു രീതി മാറുമ്പോൾ നമുക്ക് അതൊരു പ്രശ്നമല്ലാത്തതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ ലൈഫിൽ എല്ലാ തലത്തിലും നമ്മൾ ഈ ഒരു ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നെ നമ്മൾ വിചാരിക്കും അവരല്ലേ എന്നോട് തെറ്റ് ചെയ്തത് അല്ലെ, അവരല്ലേ എന്നെ ഉപദ്രവിച്ചത്, അത് ഞാൻ എന്തിനാണ് പുറത്തു കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ ചിന്തിക്കും. അവര് എന്നോട് ക്ഷമ ചോദിക്കല്ലേ വേണ്ടി, അല്ലെങ്കിൽ അവരെന്നോട് പുറത്തു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇതേപോലെയാണ്. നമ്മൾ പറഞ്ഞു ഈ കാക്ക അപ്പിയിട്ട് കാക്ക പോയി അല്ലെ. കാക്ക പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ അപ്പയും ഡ്രസ്സിലോ എവിടെയാണോ ആയത് അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അല്ലെ. അത് പിന്നെ അവിടുന്ന് ഒരാള് നമ്മളോട് ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു മോശമായിട്ട് പെരുമാറേ അല്ലെ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആവട്ടെ, നമ്മൾ അതും തലയിൽ വെച്ച് നമ്മൾ ഇങ്ങനെ നടക്കും. ഒരാള് എന്നെ ഇൻസൾട്ട് ചെയ്തു, എക്സാമ്പിൾ പറയാൻ, ഞാൻ അത്ര എന്താ പറയാ അത്രയും ഇഷ്ടപ്പെടുന്ന എന്റെ ക്ലോസ് ഫ്രണ്ട്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ എന്റെ മക്കള്, ഇവൻ ആരായിക്കോട്ടെ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാള് എന്നെ ഇൻസൾട്ട് ചെയ്ത്, അത് എനിക്ക് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാക്കൂലേ. നമ്മൾ ആയിട്ട് ഏറ്റവും അടുത്ത ആളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്താല്, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചാൽ, നമ്മളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ട്രേഞ്ചർ ആണെന്ന് വിചാരിക്കും, നമുക്ക് പ്രയാസം തോന്നും. അത് നമ്മള് അത്ര കാര്യാക്കൂലല്ലേ. എവിടുന്നോ വന്ന ഒരാള് നിങ്ങൾ കണ്ട് അവർക്ക് അവരെ അറിവില്ലായ്മ കൊണ്ട് അവര്
ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അതൊരു സില്ലി ആയിട്ട് എടുക്കും. പക്ഷെ നമ്മളുമായിട്ട് ക്ലോസ് കണക്ട് ആയിട്ടുള്ള ഒരാള് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു പോയാലോ ചെയ്തു പോയാലോ നമ്മൾ അതെന്താ ചെയ്യാ, അത് അയാൾ ചെയ്യുന്നത് ഒരു തവണ, ഒന്നുകിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ എങ്ങനെ ആയാലും ചെയ്യുന്നത് ഒരൊറ്റ തവണയാണ് അയാൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ല ഇതുവരെ, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നാലും അവൻ ഇന്നലെ എന്നോട് അങ്ങനെ പറഞ്ഞില്ല, എന്നാലും അവന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. ആ ഒരു സമയത്ത് നമുക്ക് ആ ആളുമായിട്ടുള്ള ഒരു എന്താ ഒരു ദേഷ്യം അല്ലെ ഒരു പ്രയാസം അങ്ങനെ കൂടി കൂടി വരും. ഇവൻ നമ്മളെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു, ഒരു മുറിവുണ്ടായാൽ ആ ഒരു മുറിവ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ തട്ടുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അതിന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മളെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ്. നമ്മളിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിക്കുക, അതിങ്ങനെ വലുതായി 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 എന്താ അതൊരു കറ. ഞാനൊരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചായ നമ്മളൊരു ഡെയിലി ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ കുടിക്കുക. അപ്പൊ ആ കട്ടൻ ചായ ഡെയിലി കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങനെ തന്നെ അല്ലെ കപ്പ് അങ്ങനെ തന്നെ വെക്കുകയാണ്. ഒരു ദിവസം കുടിക്കുന്നു അങ്ങനെ തന്നെ വെക്കുന്നു, പിറ്റേ ദിവസവും കുടിക്കുന്നു. അതിങ്ങനെ റിപ്പീറ്റഡ്ലി കുടിച്ച് ഒരാഴ്ചയോ ഒരു മാസമോ ആയാല് അത് ഗ്ലാസ് ആയിരിക്കില്ല, അതിന് വേറെ തന്നെ ഒരു കളർ ആയിരിക്കില്ല. അതില് ആ ചായന്റെ കറ പിടിച്ചിട്ട് മൊത്തം ആദ്യം ഫസ്റ്റിലുള്ള ആ ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ നോക്കിയാല് കാണായിരുന്നു, ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നോക്കി അപ്പുറം നമുക്ക് കാണായിരുന്നു അല്ലെ. പക്ഷെ ഈ കറ പിടിച്ചിട്ട് പിന്നെ നോക്കിയാൽ ഒന്നും കാണൂല, ആകെ ഈ കറ മാത്രമേ കാണൂ. ഗ്ലാസിന്റെ ഉള്ളിൽ എന്താ ഉള്ളതൊന്നും മനസ്സിലാവില്ല, ഗ്ലാസിന്റെ അപ്പുറത്ത് എന്താന്നുള്ളത് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ മൈൻഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇത്തരം ഇമ്പ്യൂരിറ്റീസ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവും തോറും നമ്മളെ ചിന്തകളും നമ്മള് എന്താ പറയാ ഈ ഇമ്പ്യൂരിറ്റീസ് ഈ ഇത് നമ്മളെ ഒരുപാട് ടെൻഷനിലേക്കാക്കും അല്ലെ. ഈ പറഞ്ഞ പോലെ അവരെന്നോട് ചെയ്തത്, എന്നാലും അവൾ എന്നോട് ചെയ്തല്ലേ, വേറെ ആര് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, അവള് ചെയ്തല്ല അല്ലെ അവൻ ചെയ്തല്ലോ അല്ലെ എന്റെ പാരന്റ്സ് ചെയ്തല്ലോ, വേറെ ആരായാലും ഞാൻ സഹിക്കാൻ, ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ഇത് ക്ഷമിച്ചു കൊടുക്കൂല. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇങ്ങനെ എന്താ പറയാ അത് അവിടെ പാറ പോലെ ഉറച്ചു പോകും. പിന്നെ അത് റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാ സ്ഥലത്തും ബ്ലോക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാന്ന് അല്ലാതെ നമ്മൾ ഈ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയം വിശാലാവും അല്ലെ. ഹൃദയം വിശാലാകുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്കൊരു മൈൻഡ്ഫുൾ സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റുന്നു. അതായത് ഈ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്? നമുക്ക് തന്നെയാണ് അല്ലെ. ഓർക്കല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഓല് പറഞ്ഞു ഓല് പക്ഷെ ചിലപ്പോ അന്നേരത്തെ ഒരു സിറ്റുവേഷന്റെ ഫലമായിട്ട് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞതായിരിക്കും. ചില സമയങ്ങളിൽ തമാശ പോലും നമുക്ക് അത് കൊണ്ടുപോകൂലെ. പക്ഷെ ഓല് അതിട്ടിട്ട് ഓല് പോയി, ഓല് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നമ്മൾ ഇതും തലയിൽ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞല്ലോ ചെയ്തല്ലോ പറഞ്ഞല്ലോ ചെയ്തല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ ലൈഫിലാണ് ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നത് അല്ലെ. അതും ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നേരെ മറിച്ച് അവര് അങ്ങനെ ചെയ്ത് അപ്പൊ അവര് എന്നാലും എന്നോട് അങ്ങനെ ചെയ്ത്, അത് ഒരു പക്ഷേ ഒരു അന്നേരത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ അവരെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അവരെ ലൈഫിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവര് എന്നോട് അങ്ങനെ പെരുമാറിയത്. അല്ലെങ്കിൽ ഓൾ എന്നോട് അതായിരിക്കും അങ്ങനെ പറ, ഓക്ക് എന്തോ പ്രയാസം ഉണ്ടാവും, വീട്ടിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, ഓളെ ഉള്ളിൽ എന്തോ പ്രയാസം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ട് അല്ലെ. നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട്, നമ്മൾ ആയിട്ട് അടുത്ത ആളുകളോട്, പുറത്തുള്ള ആളോടൊന്നുമില്ല, നമ്മളെ ഹസ്ബൻഡ്, വൈഫ്, സിബ്ലിങ്സ്, പാരന്റ്സ്, മക്കള്, മിക്കവാറും മക്കളാണ് ഏറ്റവും കൂടുതൽ അല്ലെ. ഓലടുത്തേക്ക് അതെല്ലാം കൊണ്ടുവച്ചിടുക അല്ലെ. നമ്മള് അപ്പൊ ആ സമയത്ത് നമ്മളെ അടുത്ത ഫ്രണ്ടോ റിലേറ്റീവ്സോ ആരെങ്കിലും നമ്മളോട് മോശമായിട്ടൊരു രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു, അവരെന്തോ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. പോട്ടെ, ഐ ഫോർഗീവ് യു, ഞാൻ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു അല്ലെ, ഞാൻ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. അതവിടെ കഴിഞ്ഞ് നമ്മൾ ബോർഡില് ഒരു കാര്യം എഴുതിയിട്ട് ടെസ്റ്റർ എടുത്ത് അത് മായ്ച്ചു കഴിഞ്ഞാൽ അത് അവിടുന്ന് കഴിഞ്ഞു.
അതവിടെ തന്നെ ഉണ്ടെങ്കിലോ മായ്ക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു അത് മായ്ക്കുന്നവരെ അതവിടെ തന്നെ ഉണ്ടാവും. നമ്മളല്ലെങ്കിൽ വേറൊരാള് വന്ന് മായ്ക്കണം അല്ലെ. അതേപോലെ അത് അന്നേരം തന്നെ forgive ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ക്ലിയർ ആയി എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താ നമ്മളും ഫ്രീ ആയി. പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം നമ്മൾ അങ്ങനെ തികട്ടി വരൂല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരാളെടുത്തുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അവിടെ ആള് അറിയാം നല്ല ഞാനുമായിട്ട് നല്ല ക്ലോസ് റിലേഷൻ ഉള്ള ആളാണ്. എന്താ പറയാ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ ആള് എന്നോട് ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഇതായിട്ട് സംസാരിച്ച സമയത്ത് ഞാനത് കൂളായിട്ട് ഞാൻ വിചാരിച്ചു, ഞാൻ മനസ്സിലാക്കി എന്ത് ആൾക്കെന്തോ പ്രശ്നം ഉണ്ടാവും. ഞാനൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. ഐ ഫോർഗീവ് യു. ഞാന് ആൾക്ക് പുറത്തു കൊടുത്തിട്ട്, കാരണം എന്താ വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇനി അഥവാ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ ചെയ്തു പോകുന്നത്. അതിൽ നിന്ന് ഞാൻ എന്താക്കുക പാഠം ഉൾക്കൊള്ളണല്ലോ. പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അത് വിട്ടെ. പക്ഷെ ഈ ഒരു ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് അറിയുന്നതിന്റെ മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം അവിടെ ഫ്ലോപ്പായി. അന്നത്തെ ദിവസം ഫ്ലോപ്പായെന്നല്ല, അവരെ കുറിച്ച് എന്തൊക്കെയാ ചിന്തിച്ചുണ്ടാക്ക. അവര് ഒരുപക്ഷെ അതുവരെ നമുക്ക് ഒരുപാട്, ഞാൻ ഈ പറഞ്ഞ പോലെ എന്നോട് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ എന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളൊക്കെ തന്നെയാണ്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ്. പക്ഷെ അതൊക്കെ അങ്ങ് മറന്നിട്ട് നമ്മൾ ഈ ഒരു പറഞ്ഞ വാക്ക് മാത്രം ഫോക്കസ് ചെയ്താലുള്ള ഒരവസ്ഥ വിചാരിച്ചു. ഒരു ഈഗോ അവിടെ പ്രവർത്തിക്കൂലേ. അപ്പൊ എന്താ പറയാ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാല് ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പൊ ഞാൻ ഈ ഒരു ഇതില് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇടാൻ തന്നെ കാരണം നമുക്കറിയല്ലേ, പവിത്രമാക്കപ്പെട്ടൊരു മാസാണ് വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ഫോർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പാണ്, ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, നല്ല മാറ്റം നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഷുവറാ, ഒരു സംശയവുമില്ല. കാരണം അതിനുള്ള തെളിവ് പുറത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റൂല. പക്ഷെ നമുക്ക് തെളിവായിട്ട് നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിലും വലുത് വേറൊന്നുമില്ലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ ഫൊർഗീവ്നെസ് നമ്മളെ ഹെൽത്തിനെയും വെൽത്തിനെയും റിലേഷൻഷിപ്പിനെയും ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് എന്താ പറയാ ഒരു ഈ ടെൻഷനും ഈ ഫൊർഗീവ്നെസ് ഒരാൾ നമ്മളോട് എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് ചെയ്താൽ നമുക്ക് എന്താ ഉണ്ടാകുക, ടെൻഷൻ ഉണ്ടാവും അല്ലെ. ടെൻഷൻ ഉണ്ടാവും, അയാളോട് ദേഷ്യം, പക, അസൂയ, ഇങ്ങനത്തെ എല്ലാ വേണ്ടാത്ത സാധനങ്ങളും നമ്മളെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും അതുമൂലം ഉണ്ടാവും. ഒരിക്കല് ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ക്യാൻസർ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്ത സമയത്ത് അവരിൽ കേസ് സ്റ്റഡീസ് നടത്തിയ സമയത്ത് മിക്കവാറും ആളുകളിൽ ഒരു 80% ആളുകളിൽ ഈ ടെൻഷനും സ്ട്രെസ്സും ഉള്ള ആളുകളാണ്. അതായത് നമ്മളെ ചിന്തകള് നമ്മളെ കോശങ്ങളെയും നമ്മളെ ഹെൽത്തിനെയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇൻലോസ് അല്ലെ, അമ്മായിയമ്മമാര് അല്ലെങ്കിൽ നാത്തൂമാര് അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ലെങ്കിലും മിക്കവാറും കൂടുതലായിട്ട് നമ്മൾ പരാതി പറയാ ഇവരിലൊക്കെ. ആ സമയത്ത് അവര് നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും പറയുകയൊക്കെ ചെയ്ത് ഒന്ന് ചിന്തിച്ചു നോക്കാം. അവൾക്ക് അതിനെപ്പറ്റി വിവരമില്ലായിട്ടാണ് അല്ലെ, അറിവില്ലായിട്ടാണ് അല്ലെ ഓലെ പാസ്റ്റിലുള്ള എന്തോ എക്സ്പീരിയൻസ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തിനെയും രൂപപ്പെടുത്തുന്നതിൽ അവരെ കുട്ടിക്കാലം മുതലുള്ള എക്സ്പീരിയൻസുകൾ, പാരന്റിങ്, ചുറ്റുപാടുകള് അല്ലെ, ടീച്ചേഴ്സ്, സമപ്രായക്കാര്, റിലേറ്റീവ്സ്, നൈബേഴ്സ് എല്ലാരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് കുട്ടിക്കാലത്തോ അല്ലെ അവരെ സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവരെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിപ്പിച്ചത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആരെങ്കിലും ഒരാൾ മോശക്കാരായിട്ട് ഭൂമിയിലേക്ക് ജനിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. എല്ലാരും പ്യുവർ ആയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്.
അത് ഏത് ഭാഷക്കാരായിക്കോട്ടെ, ഏത് മതക്കാരായിക്കോട്ടെ, ഏത് നിറക്കാരായിക്കോട്ടെ, എല്ലാവരും മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവരും ഭൂമിയിലേക്ക് പ്യുവർ ആയിട്ടാണ് നമ്മൾ സൃഷ്ടാവ് സൃഷ്ടിച്ച് പറഞ്ഞേക്കുന്നത് അല്ലെ. നമുക്ക് എന്താ പറയാ, ഡ്രസ്സിങ്, പേര്, ഇതൊന്നും ഇല്ലാത്ത ഒരു വെറും ഒരു മനുഷ്യ ജീവിനൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഏത് രാജ്യക്കാരാണ് അല്ലെങ്കിൽ ഏത് മതക്കാരാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. എല്ലാരും കുട്ടികൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഏത് മക്കളായാലും അല്ലെ. ഈവൻ നമ്മളെ ശത്രുക്കളായിട്ടുള്ള ഒരാളെ മക്കളാണെങ്കിൽ പോലും ആ മക്കളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശമില്ലേ, അല്ലെ? എന്തൊരു സന്തോഷായിരിക്കും ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ചിരിയും അല്ലെ. അപ്പൊ നമ്മളെല്ലാരും പ്യുവർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഓരോരുത്തരെയും സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും പെരുമാറ്റവും സംസാരവും എല്ലാം മാറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ആരായാലും അല്ലെ, ഒരു അമ്മായിയമ്മ അല്ലെ, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവര് ഭയങ്കരമായിട്ട് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മളൊന്ന് ഒരു കേസ് സ്റ്റഡി നടത്തി നോക്കുകയാണെങ്കിൽ അവരെ കുട്ടിക്കാലം, അവരെ ഫാമിലി ലൈഫ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സോഫ്റ്റ്വെയർ കയറ്റൂലേ, നമ്മൾ കയറ്റുന്നതല്ലേ പുറത്തോട്ട് വരുള്ളൂ അല്ലെ. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്കും നമ്മൾ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ടച്ചിലൂടെയും സ്മെല്ലിലൂടെയും ഒക്കെ ഉള്ളിലോട്ട് പോകുന്ന കാര്യങ്ങളാണ് എന്താക്കുന്നത്, ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഔട്ട്പുട്ട് ആയിട്ട്, അതിനനുസരിച്ചല്ലേ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എന്താ ചിന്തിക്കുക, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഓല് എന്നിട്ടും എന്നെ ഇങ്ങനെയല്ലേ പറയുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ തിരിച്ചും അവിടെ ഒരു എനർജി പാസ് നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോരുത്തുനിന്ന് വരുന്നതൊക്കെ അതേ സംഭവം തന്നെ. എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, ചെയ്തല്ലോ, എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ എന്ന് പറയുന്ന സമയത്ത് പിന്നെയും വരുന്നത് അതേപോലത്തെ പ്രവർത്തനങ്ങളും പിന്നെ പെരുമാറ്റങ്ങളും തന്നെ ആയിരിക്കും. അത് എന്താ, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറഞ്ഞ പോലെ അല്ലെ. നമ്മൾ പറയും നെഗറ്റീവും പോസിറ്റീവും ആകർഷിക്കുന്നു അറിയില്ലേ. ഈ ഒരു കാര്യത്തിൽ എന്താ, നമ്മളെ ചിന്തകളുടെ കാര്യത്തില് അങ്ങനെയല്ല. നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണോ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക. അതിന് എന്താ പറയാ, സമാനമായിട്ടുള്ള സാഹചര്യങ്ങള്, എക്സ്പീരിയൻസുകളാണ് നമ്മളിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്തരത്തിലൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോട് ദേഷ്യം തോന്നും ഇല്ലല്ലോ അല്ലെ. അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അവരിൽ നിന്ന് പലതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും കിട്ടുന്നില്ല. അതിന് പകരം എങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് നമ്മളെ അടുത്തേക്ക് ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് എന്താ പറയാ, അൺകണ്ടീഷണൽ ആയിട്ട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കും. ഒരു ഇതുമില്ല, ഞാൻ ഫൊർഗീവ് ചെയ്ത് കൊടുക്കും. എന്റെ ക്രിയേറ്റീവ് നമ്മളോട് എന്താ നമ്മളെ റബ്ബ് പറഞ്ഞല്ലേ, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാന്ന് അല്ലെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കണ്ടനാളത്തോളം അടുത്തിട്ടാണ് നമ്മളെ റബ്ബ് ഉള്ളത് ല്ലേ അല്ലേ. അപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് നമ്മള് എന്താ പറയാ, റൂഹ് മരണത്തിന്റെ സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ പശ്ചാത്താപം സ്വീകരിക്കുന്ന പറഞ്ഞു. ഇത്രക്ക് കാരുണ്യവാനായ റബ്ബ് നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് കാണാതെ ചിന്തകൾ കൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും കൈ കൊണ്ടും നമ്മളെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കൊണ്ടും അല്ലെ നമ്മള് തെറ്റുകള് അറിഞ്ഞും അറിയാണ്ടും ചെയ്തു പോകുന്നുണ്ട്. എന്നിട്ടും നമ്മളോട് എന്താ പറഞ്ഞ നമ്മളെ രക്ഷിതാവ്, നിങ്ങള് പൊറുക്കലിനെ തേടുകയാണ് അല്ലെ, ഞാൻ നിങ്ങൾക്ക് പുറത്ത് തരാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണെന്നാ പറഞ്ഞു. എത്ര അല്ലെ, 99 ആളെ കൊന്നിട്ട് ഒരാള് എന്താ പറയാ തൗബ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ, സ്വീകരിക്കുന്നല്ലേ പറഞ്ഞു. അപ്പൊ അത്രത്തോളം നമ്മളെ സൃഷ്ടാവ് നമുക്ക് പുറത്തു തരാൻ തയ്യാറാണെങ്കിൽ സൃഷ്ടാവിന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ വന്ന് നമ്മള് എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുത്തുകൂടാ? ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലെ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. അതേപോലെ തന്നെ ഇത്രയും കണ്ണിങ് ആയിട്ട് പരിപാലിച്ചു പോകുന്നതല്ലേ മനുഷ്യ ശരീരം അല്ലെ.
നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാ കറക്റ്റ് നടക്കുന്നില്ലേ? നമ്മളെ ബ്രീത്തിങ്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലേ, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ ഒരു നിമിഷം നിന്ന് പോകുന്നുണ്ടോ? ഫുൾ ടൈം 24 hours നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതൊക്കെ ആരെ പവറാണ്? നമ്മളെ സൃഷ്ടാവിന്റെ പവറാ അല്ലെ? ഇത്രയൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടും നമ്മള് സൃഷ്ടാവിനോട് നിന്ദത കാണിക്കുന്ന സമയത്ത് പോലും നമുക്ക് പുറത്തു തരാൻ തയ്യാറാണെങ്കിൽ, നമ്മളൊരു ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്താ, നമ്മളോട് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല അല്ലെ? അതവര് ചെയ്ത് ഇവിടെ എത്തുന്നതിന്റെ മുന്നേ, അതിന്റെ എഫക്റ്റ് വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ അത് പുറത്തു കൊടുക്കണം. അങ്ങനെ പുറത്തു കൊടുക്കുന്നതിലൂടെ ആർക്കാ ബെനഫിറ്റ്? ബെനഫിറ്റും കിട്ടുന്ന നമുക്ക് തന്നെ അല്ലേ? മറ്റുള്ളവർക്കല്ലാലോ. നമ്മളത് മനസ്സിൽ വെച്ച് കൊണ്ടുനടന്ന ഓൾക്ക് പ്രശ്നമുണ്ടോ? ഓൾക്കൊരു പ്രശ്നവുമില്ല. ഓലത് പിന്നെ ഈ ഫോർഗീവ്നെസ്സിന്റെ എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒക്കെ ഉണ്ടാവില്ലേ എന്റെ ഉള്ളിൽ എന്തൊക്കെയോ. ചില ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ ആർക്കും പുറത്തു കൊടുക്കാനൊന്നുമല്ല, ഞാൻ അതിനകത്തൊന്നും മനസ്സിലേക്ക് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ പക്ഷെ ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മള് സ്വയത്തിനോട് തന്നെ ഒരുപാട് തെറ്റ് ചെയ്യുന്നത് അല്ലെ? ചിന്തകളും. ഞാനിപ്പോ ഒരു കാര്യം പറയാം, ഞാനിങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് അവരൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, ഞാനൊന്നിനും കൊള്ളാം, ചില ആളുകൾ പറയുന്നുണ്ട് ഞാനൊരു പൊട്ടത്തിയാണ്, അല്ലെ ഞാനൊരു മന്ദബുദ്ധിയാണ്, ഞാനൊക്കെ എന്തിനു ജീവിക്കുക ഭൂമിയിൽ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ എത്രയോ ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് കഴിവുകൾ പടച്ചോൻ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അല്ലെ നമ്മളെ ഭംഗിയിലെ നോക്കിയിട്ട് ചോദിച്ചു എന്റെ കണ്ണ് ഇങ്ങനെയാണല്ലോ, എന്റെ മൂക്ക് ഇങ്ങനെയാണല്ലോ, എന്റെ പല്ലുകൾ ഇങ്ങനെയാണല്ലോ, എന്തെന്നാ അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫോർഗീവ്നെസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്വയത്തിനോട്, നമ്മളോട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഫോർഗീവ് ചോദിക്കുന്നത് അല്ലെ? നമ്മളെ ഓരോ ശരീരവും മനസ്സും നമുക്കൊരു വാല്യൂ ഉണ്ട് അല്ലെ? വാല്യുബിൾ ആയിട്ടുള്ളൊരു സൃഷ്ടിപ്പാണ് നമ്മൾ. അതില് നമ്മൾ ആ ഒരു വാല്യൂ മനസ്സിലാക്കാതെ നമ്മൾ എന്താ പറയാ നിസ്സാരമാക്കിയിട്ട് ജീവിച്ചു തീർത്ത ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു തിരിച്ചറിവും ആ ഒരു ഫസ്റ്റ് നമ്മള് ആ സെൽഫിനാണ് ഫോർഗീവ്നെസ് ചോദിക്കേണ്ടത്, സെൽഫിനോടാ ചോദിക്കേണ്ടത് അല്ലെ? നമ്മള് അതിനുശേഷം നമ്മൾ എന്താക്കാം, മറ്റുള്ളവരോട് ഫോർഗീവ്നെസ് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഫോർഗീവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുകയും അങ്ങോട്ട് പുറത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ കുറെ കാലമായിട്ട് തെറ്റിലായിട്ടുള്ള അല്ലെങ്കിൽ മിണ്ടാതെ നടക്കുന്ന ഒരു സുഹൃത്തുണ്ട്, എങ്ങനെയാ അപ്പൊ ഞാൻ ഒന്നോട് പോയി ചോദിക്കും. ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ മിണ്ടാണ്ട് നിന്ന് ഭയങ്കര ഒരു ബ്ലോക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അവർക്കിടയിൽ വലിയൊരു എന്താ പറയാ ബ്ലോക്ക് വന്നിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാല് ഇതിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്ന മാത്രല്ല, ആ സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തകള്, എന്താ പറയാ ദേഷ്യം, വെറുപ്പ്, അസൂയ, പക, കുശുമ്പ്, ഇതൊക്കെ ഇങ്ങനെ വന്ന് അവിടെ ഒരു വലിയൊരു മതിലിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും രണ്ടാളുകൾക്കിടയിൽ, വലിയൊരു മതിൽ. ഭയങ്കര സ്റ്റക്നെസ് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ പറയാ, അത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഫോർഗീവ്നെസ് ചോദിക്കുന്ന പോയിട്ട് അല്ലെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്ന പോയിട്ട് ഈ കാണുന്നത് പോലെ ഫേസ് ചെയ്യാൻ വരെ എനിക്ക് പ്രയാസമാണ്, അല്ലെ മുഖത്തേക്ക് നോക്കാൻ വരെ പ്രയാസമാണ് നമ്മൾ ചിന്തിക്കില്ലേ? പക്ഷെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഫോർഗീവ്നെസ് പറയണ്ട, ചോദിക്കണ്ട. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫോർഗീവ്നെസ് ജേർണൽ എന്ന് പറയുന്നത്. അതായത് എന്താണോ നമ്മൾ ആ പാസ്റ്റിൽ എക്സ്പീരിയൻസ്, അത് ആരിൽ നിന്നാണോ വന്നത് ആ ആളോട് ഞാൻ എന്ന കാര്യങ്ങൾ സംഭവിച്ചതിന് ഞാൻ നിങ്ങളോട് ഫോർഗീവ്നെസ് ചോദിക്കും. പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഇത് ജേർണലായിട്ട് ഒരു 21 ടൈംസ് ഡെയിലി നമ്മൾ എഴുതുക. ഓരോ കാര്യങ്ങളും നമ്മളെ ലൈഫിൽ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ എഴുതുന്ന സമയത്ത്, ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ സെൽഫിന് തന്നെ ഫോർഗീവ്നെസ് എഴുതുന്ന സമയത്ത് പിന്നെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയന്റ് ഇങ്ങനെ പറഞ്ഞു, ഓരോന്നോരോന്ന് ഇങ്ങനെ കുറെ കൊല്ലം മുന്നുള്ളതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അതുവരെ അത് ഓർമ്മയേ ഇല്ല, അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ആയതാ. എത്രയോ വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ എന്താ പറയാ ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. എഴുതാൻ തുടങ്ങിയ സമയത്ത് എഴുതുമ്പോ എന്തെന്നാ എഴുതുക, അതിന് മാത്രമൊന്നും ഇല്ലാലോ, വലിയൊരു പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നില്ലാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറുതാണ് എഴുതി തുടങ്ങുക. അപ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫോർഗീവ്നെസ് നമ്മൾ
21 days 21 ടൈംസ് 21 days ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നു. നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലൊരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി പറയൊന്നും വേണ്ട. നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് തന്നെ നമ്മളെ സാഹചര്യങ്ങൾ മാറി മാറി അവരിൽ ഈ ഒരു ഹീലിംഗ് നമ്മളെ ഉള്ളിൽ എത്രത്തോളം അത് വൂണ്ടായിട്ട് കിടക്കുന്നോ അത് നമ്മൾ എഴുതി 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 ചിലപ്പോ ഒരു ദിവസം എഴുതുമ്പോൾ തന്നെ അത് ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അന്നേരം ഉണ്ടാവും എന്ത്, ഒരു കോള് വരുന്നു. ചിലപ്പോ നമ്മൾ കോൾ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്നത് നമ്മളായിട്ട് ഇത്രയും കാലം 5-10 വർഷം ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഭയങ്കര ശത്രുതയിൽ നിന്ന ആളായിരിക്കും. ഹലോ എന്തൊക്കെയാണ്, അല്ലെ ഇന്നെന്ത് ആവശ്യമുണ്ട്, അല്ലെ ഇന്ന് അങ്ങനത്തെ എത്രയോ മിറാക്കിള് സംഭവിച്ചിട്ട് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ അത്രയും എന്താ പറയാ ഇത്രയും ഡീപ്പായിട്ടുള്ള ബോണ്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെ 21 days ചിലപ്പോൾ നമ്മൾ 21 days പ്രാക്ടീസ് ചെയ്ത് ആ സമയത്തൊന്നും റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കാം റിസൾട്ട് ഉണ്ടാകും. ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ എവിടെ നോക്കാണ് ഇതൊരു റിലേഷൻഷിപ്പിന്റെ പ്രശ്നം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ റിലേഷൻഷിപ്പിൽ മാത്രമല്ല നമ്മളെ പാരന്റിങ്ങിലൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്ക് ഭയങ്കരമായിട്ട് പ്രയാസം തോന്നും പാരന്റ്സിനോടൊക്കെ. എന്ന് വെച്ചാൽ അത് അവരെ അറിവില്ലായ്മ കൊണ്ടും അവരെ എന്താ പറയാ സിറ്റുവേഷൻ കൊണ്ടൊക്കെ ആയിട്ട് വന്നു പോയിട്ടും അത് നമ്മള് ഫൊർഗീവ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നമുക്ക് പല അബ്യൂസുകള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, അവോയ്ഡൻസ് ഒക്കെ. എന്ത് പ്രശ്നങ്ങളായാലും അതിനൊക്കെ എന്താക്കുക, ഫൊർഗീവ്നെസ് എഴുതാനല്ല, ഫൊർഗീവ്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ നമുക്കറിയായിരിക്കും ഞാൻ ഇന്നൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ വാക്കുകള് അല്ലെ എന്റെ പ്രവൃത്തികൾ ഇന്നാളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലെ അവൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയണ്ട. പക്ഷെ നമ്മളൊരു വാശിന്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മളൊരു ചമ്മല് കൊണ്ട് നേരിട്ട് പോയി സോറി ഒന്നും പറയാൻ മെനക്കേടൂല അല്ലെ. ഇപ്പൊ പിന്നെ ഞാൻ അങ്ങനല്ല ഏതായാലും പറഞ്ഞു പോയി ഇനിയിപ്പോ എന്താ പറയാ പോയി എന്റെ കാല് പിടിക്കേണ്ട അല്ലെ ഓളെ കാല് പിടിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല എനിക്ക്, ആ ഒരു രീതിയിൽ ചിന്തിക്കില്ലേ. പക്ഷെ അതും ഇതേപോലെ തന്നെ എഴുതി ഫൊർഗീവ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ ഫൊർഗീവ്നെസ് ചോദിക്കും, ഐ എം സോറി പ്ലീസ് ഫൊർഗീവ് മീ. അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഐ ഫൊർഗീവ് യു, ഐ ഫൊർഗീവ് യു എന്ന കാര്യം എഴുതാം. ഇത്തരത്തില് ഫൊർഗീവ്നെസ് ജേർണൽ നമ്മൾ എഴുതിയാല് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നുള്ളു. അപ്പൊ ഇത് എന്താക്കുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എത്ര എഴുതിയാലും തീരില്ലേ. പിന്നെ നമ്മളെ പാസ്റ്റിലുള്ളതൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലോ ഡെയിലി ലൈഫിലും നമ്മൾ എത്ര അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നിട്ട് പോകൂലേ. ഓരോ ദിവസത്തതും എഴുതുക. അന്ന് ചിലപ്പോ നമ്മൾ എന്താ പറയാ ചിലപ്പോ ആരെങ്കിലും ഒരു ജഡ്ജ്മെന്റൽ ആയിട്ട് എന്താ പറയാ സമീപിച്ചിട്ടുണ്ടാവും അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഓൾ എന്നാലും ഓൾ അങ്ങനെ പറയരുതേനല്ലേ, ഓൾ അങ്ങനെ ചെയ്യരുതേനല്ലേ, ഓൾ എന്തിനാ ചെയ്തത് അല്ലെ, അല്ലെ ഓളെ പെരുമാറ്റം അങ്ങനെ, ഓളെ സംസാരം അങ്ങനെ, അങ്ങനെ നമ്മൾ അറിയാതെ വന്നു പോകുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഒരാളില്ലാത്ത സന്ദർഭത്തിൽ അയാളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞു പോവുക. മനഃപൂർവ്വം ഒന്നും ആയിരിക്കുമല്ലോ, സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോയതായിരിക്കും ചില സംസാരങ്ങൾക്കിടയിലൊക്കെ അല്ലെ. അങ്ങനെ പലതും വരും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഈവൻ മക്കളോടാണെങ്കിൽ പോലും ചിലപ്പോ നമ്മള് എന്താ പറയാ ഷൗട്ട് ചെയ്യുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യൂലേ, അല്ലെങ്കിൽ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു പോകും. മനുഷ്യന്മാരാണ്, പരിധികളുണ്ട് അല്ലെ. എന്നാലും അതിനൊക്കെ അന്നന്ന് തന്നെ ഫൊർഗീവ്നെസ് ചോദിക്കാന്നുള്ളത്. അപ്പൊ അടിച്ചു പോയി ഇപ്പൊ ഉണ്ട് നമ്മൾ ഭയങ്കര ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും. അപ്പോ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ മക്കളെയൊക്കെ നന്നായിട്ട് അടിക്കേ അല്ലെ ചീത്ത പറയേ നുള്ളേ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. വേറെ ആരോടും നമുക്ക് ഇത് പ്രകടിപ്പിക്കാനാവില്ല. പക്ഷെ മക്കൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമായി. ഇല്ല, അന്ന് നമ്മൾ ഉറങ്ങുന്നതിന്റെ മുന്നേ തന്നെ അല്ലെ ചിലപ്പോ നമ്മളെ പാരന്റ്സിനോടായി പോലും നമുക്ക് നല്ലതെന്തോ പറഞ്ഞതായിരിക്കും, ഷൗട്ട് ചെയ്യും അല്ലെ. പിന്നെ പക്ഷെ നമുക്ക് അറിയാം അത് ചെയ്യരുതെന്ന്. പക്ഷെ നമുക്ക് പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ എന്താവുന്നത്, എന്നാലും ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, പറഞ്ഞത് ഇപ്പോൾ എനിക്ക് വിഷമായോ അല്ലെ. ഞാൻ എന്നാലും മനസ്സിൽ കൊടുത്തു എന്നല്ല പറഞ്ഞത്, സംഭവം സത്യായിരിക്കും. പക്ഷെ അവൾക്ക് അത് ഹേർട്ടായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ ആള് പറഞ്ഞങ്ങ് പോകൂലേ. അത് ചില സമയത്ത് കൊള്ളുന്നത് വല്ലാത്തൊരു സ്ഥലത്തായിരിക്കും. അതിനനുസരിച്ച് ആ ഒരു വൂണ്ടിന്റെ ആഴോ
ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് എന്താ പറയാ, നമ്മള് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഇത് ചിലതുണ്ടാവും എന്ത്, നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഫ്രണ്ട്സുകളുടെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്യൂസുകളായിരിക്കും. ചില ആളുകൾക്ക് അത്തരത്തിലുള്ള അബ്യൂസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഫലമായി OCD അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെന്റൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രയാസം, അല്ലെങ്കിൽ പാർട്ട്ണറെ സംശയം, പാർട്ട്ണറുടെ ദേഷ്യം, അങ്ങനെ പല പല സിറ്റുവേഷൻസും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇതിന്റെ കാരണം റൂട്ട് കോസ് ഇവർക്ക് ചെറുപ്പത്തിലോ ടീനേജിലോ, ചെറുപ്പത്തിലായിരിക്കും മിക്കവാറും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അന്ന് അത് അറിയില്ല. പക്ഷെ അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ സമയത്താണ് ഇതൊരു തെറ്റാണ്, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ, അല്ലെ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന് ഇരയായല്ലോ എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആകെ ഭയങ്കര ഡിപ്രസ്ഡ് ആവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താക്കുക വെച്ചാൽ, ആ ഒരു സാഹചര്യം, ആ ഒരു വ്യക്തി എന്താ പറയാ, മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. അയാളിലുള്ള എന്തോ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അയാൾ മനഃപൂർവ്വമായിരിക്കില്ല, അയാൾക്ക് അങ്ങനത്തെ ചെറുപ്പത്തിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം, ചുറ്റുപാടിൽ നിന്നോ, അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സ്, പല ആളുകൾ അല്ലെ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇവരിൽ നിന്നെങ്ങാനും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അത് ഷുവറാണ്. ഇതിന് റൂട്ട് കോസ് എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ ഒരാൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു കുട്ടികൾ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെരുമാറുകയാണെങ്കിൽ അത് അവരെവിടുന്നോ കണ്ടിട്ടുണ്ടാവും, അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മള് ചില സമയത്ത് കുട്ടികളോട് ഇങ്ങനെ പറയുന്ന ചീത്ത പറയുന്ന വാക്കൊക്കെ ഉണ്ടാവും അല്ലെ, എന്തെന്നാ അങ്ങനെ കളിക്കുന്നത്, അങ്ങനെ കളിക്കരുത് പറയുന്ന സമയത്ത് നമുക്ക് കാണുന്നത്, നമ്മളെ അടുത്ത കുട്ടി, ചെറിയ കുട്ടികള് കുറച്ച് ഇതാകുന്ന സമയത്ത് ഇതേ ഡയലോഗ് തന്നെ നമ്മളെ മൂത്ത കുട്ടി, നമ്മള് ഓലോട് പറയുന്ന അതേ ഡയലോഗ് ചെറിയ കുട്ടീനോട് പറയുന്നത് അല്ലെ. അതേപോലെയാണ് അത് അവരെവിടുന്നാ കണ്ട്, നമ്മളിൽ നിന്ന് കണ്ടിട്ടാ. അതേപോലെ തന്നെ നമ്മളിലുള്ള എല്ലാ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ഒക്കെ എവിടുന്നെങ്കിലും ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നല്ലതായാലും ചീത്തയായാലും. ഇപ്പൊ നല്ല പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ പാരന്റ്സ് നിന്ന് കണ്ടിട്ടുണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് നിന്ന് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് നിന്ന് കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മളെ ടീച്ചേഴ്സ് നിന്ന് കണ്ടിട്ട്, അങ്ങനെ എവിടുന്നെങ്കിലും ഒക്കെ കണ്ടതും കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ അബ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള ആള് അങ്ങനെ ചെയ്യാൻ അയാൾക്കൊരു കാരണമുണ്ട്. അത്തരത്തില് ചിന്തിക്കുന്ന സമയത്ത് അയാളെ കുറിച്ചുള്ള മോശമായിട്ടുള്ള ഇമേജ് നമ്മൾ എന്താക്കുക, അവിടുന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞു ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ ആ ഒരു നല്ലൊരു ഇമേജ് അയാൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇത്തരത്തില് ഇങ്ങനെ ഒരു തെറാപ്പി ഉണ്ട്. തെറാപ്യൂട്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ അത് എഫക്റ്റീവ് ആയിരിക്കും, പെട്ടെന്ന് അത് ഹീല് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരുപാട് തെറാപ്പികൾ നമ്മളെ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നു. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സംഭവമാണ് ഈ ഫോർഗിവ്നെസ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് എഴുതി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഈ ഒരു സമയത്ത് ഇത് തരുന്നത് വെച്ചാൽ നല്ലൊരു മാസമാണ് വരുന്നത്, റമദാൻ മാസമാണ് വരുന്നത്. ആ ഒരു സമയത്തേക്ക് നമ്മളൊന്ന് എന്താ പറയാ, നമ്മള് എന്താക്കും, വീടൊക്കെ വൃത്തിയാക്കും, വീട്ടിലുള്ള പാത്രങ്ങളും എടുക്കാതെ ഉപയോഗിക്കാതെ വെച്ച സാധനങ്ങൾ വരെ എല്ലാം കഴുകിയില്ലേ. നോമ്പിനേക്ക് വല്ലാത്തൊരു തയ്യാറെടുപ്പ്. എന്ത്, വീടും കുറെ പുതിയ സാധനങ്ങൾ വാങ്ങും, പഴയ സാധനങ്ങൾ ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കും, എന്നിട്ട് ഉള്ളത് നല്ല വൃത്തിക്ക് കഴുകി തുടച്ച് ഉണക്കി എല്ലാം വെക്കും, ഭക്ഷണ സാധനങ്ങളൊക്കെ അതിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ നമ്മളെ മനസ്സിൽ, നമ്മളെ മൈൻഡിലേക്ക്, നമ്മളെ സ്വയത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ ആക്കണം ഒക്കെ തീരുമാനിക്കും, പക്ഷെ നമ്മളെ സ്വയത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു റമദാന് നമ്മളെ സ്വയത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്തുകൊണ്ട് നല്ലൊരു റമദാൻ മാസം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം. അതിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് മിറാക്കിൾസ് ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
ചോദിക്കാം. അല്ലെങ്കിൽ പേഴ്സണലി വാട്സപ്പിലോ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന്റെ മുന്നേ തന്നെ ഇവിടെ വന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇത് റെക്കോർഡിങ് കണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടിയാലും ഐ എം സോ ഹാപ്പി. അങ്ങനെ കാണുന്ന ആളുകൾക്കും എൻ്റെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. ഹലോ വളരെ നല്ല നിലയിൽ പറഞ്ഞു തന്ന് നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ നല്ല മച്ച്. ഭയങ്കര സിമ്പിളായിരുന്നു. അതേസമയം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർഗീവ്നെസിനെ പറ്റി ഒന്നുകൂടി എല്ലാം ഇതാക്കി എടുക്കാൻ പറ്റി. അറിയുന്ന കാര്യമാണെങ്കിലും കൂടി എല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാനും അത് മനസ്സിലാക്കാനും പറ്റി. ഒരു നോമ്പിന്റെ മുന്നേ ഈ ഒരു സെഷൻ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. നാളെ എനിക്ക് പിന്നെ ബിസി ആയിട്ടും ഇന്ന് ഇത് എടുക്കണം എന്ന് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണല്ലോ. അപ്പൊ അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ. നമുക്ക് കിട്ടിയ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് തന്നെ എടുത്തതും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു അവയർനെസ് കിട്ടിയാൽ നല്ലതാണല്ലോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട് സെഷൻ അറ്റൻഡ് ചെയ്തതിലും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറഞ്ഞതിലും. താങ്ക് യു. ക്ലാസ്സിലൊക്കെ വലിയൊരു താങ്ക്സ്. ഞാനൊരു ചെറിയൊരു ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ കൂടെ പോയത് കണ്ട് കിട്ടിയപ്പോ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് അതിനോട് സാഹചര്യത്തോട് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. സന്തോഷം. എന്തെങ്കിലും ഉണ്ടോ? ഇതാരാണ്? ഹുസ്നിയാണോ? ഹലോ, ഹുസ്നിയ ആണോ? അസ്സലാമലൈക്കും. നബീലയാണ്. നബീല ഹുസ്നി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സെഷൻ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എപ്പോഴും വിചാരിക്കും അറ്റൻഡ് ചെയ്യണം എന്ന്. എനിക്കിങ്ങനെ ഇന്നാണ് കുറച്ചെങ്കിലും ടൈം ഇരിക്കാൻ പറ്റിയത്. ഇതില് ഇരുന്ന സമയം എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആയി. കാരണം പോസിറ്റീവായി ചിന്തിക്കാനും പിന്നെ ഫോർഗീവ്നെസ് എന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നും. കാരണം നമ്മള് വേറെ പല ടോക്കും കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ചാടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെ എടുക്കുമ്പോഴേ നമ്മള് ഒന്ന് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കുറച്ച് മുൻപൊക്കെ കുറച്ച് നേരത്തെ ആയിരുന്നല്ലോ കുട്ടികളൊക്കെ അന്ന് തീരെ അതാണ് ഞാൻ ടൈം മാറ്റിയത്. ആ ഒരു സമയത്ത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എനിക്ക് ഇതിലൊരു കണ്ടിന്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നസ്ലത്ത് ഇനിയുണ്ടേ? എന്ത്? ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ സെഷൻ ഉണ്ടാവില്ലേ? സെഷൻസ് ഉണ്ടാവും. ചൊവ്വാഴ്ചയാണ് നമ്മളെ ഫ്രീ സെഷൻസ് വരുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും ഇൻഷാ അല്ലാഹ്. നാളെ എനിക്ക് ചെറിയൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത്. അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് പോട്ടെ. പിന്നെ ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ, റമദാനിലേക്കൊക്കെ കുറച്ചുകൂടി ഒരു യൂസ്ഫുൾ ആണല്ലോ. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ആക്കാണ്ട് ഇന്നത്തേക്ക് അത് മാറ്റിയത്. ഇൻഷാ അല്ലാഹ്. എന്തായാലും നാസ്ലത്തൊക്കെ വലിയ താങ്ക്സ്. പിന്നെ നാസ്ലത്ത ഇങ്ങനെ എത്തിയല്ലോ എന്ന് അറിയുമ്പോ ഒരു ഭയങ്കര സന്തോഷം. ഈ ഒരു നിലയിൽ എത്തിയല്ലോ എന്ന് കാണുമ്പോ നല്ല സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. എന്നാലും ഞാന് ആളെ മനസ്സിലായിട്ടില്ല. ഹുസ്ന എന്ന് കണ്ടപ്പോ
ഹുസ്നിയ ആ എന്റെ ഒരു ഫ്രണ്ട് ആളാണെന്ന് വിചാരിച്ച്. എന്തായാലും നബീല ജോയിൻ ചെയ്തതിൽ ഭയങ്കര സന്തോഷം. കാരണം ആയിക്കോട്ടെ. എന്താ പറയാ, ഇവിടെ എത്തിപ്പെടാനുള്ള നിയോഗം ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഈ കാര്യങ്ങൾ അറിയാൻ, ഇൻഷാ അള്ളാ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റട്ടെ. എന്തായാലും താങ്ക് യു സോ ആമീൻ. മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ മീന മാം? ആ ഓക്കെ. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ചെയ്തതിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്റെ ക്രിയേറ്ററിനോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു.